ഒരു അധ്യാപികയാവുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നന്നായി അധ്വാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇക്കഴിഞ്ഞ UPSC മലപ്പുറം പരീക്ഷയിൽ 1ാം റാങ്ക് നേടാൻ സാധിച്ചു. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അഭിമാന നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട അശ്വനി ദാസിന്റെ മുമ്പിലാണ്. എന്താണ് അഭിമാന നേട്ടം എന്നല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിച്ച മലപ്പുറം ജില്ലയിലെ UP അസിസ്റ്റന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിക്കൊണ്ടാണ് അശ്വനി ദാസ് വിജയിച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. അശ്വനി ദാസിനെ കുറിച്ച് പറയാനും കേൾക്കാനും ഒക്കെ നമുക്കറിയേണ്ടതാണ്. ആ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഈ 1ാം റാങ്കിലോട്ട് എത്തിച്ചേർന്നതും ഒക്കെ നമുക്ക് അശ്വനി ദാസിനെ ഒന്ന് പരിചയപ്പെടാം. ഒത്തിരി സന്തോഷം അശ്വനി. എല്ലാവിധ ആശംസകൾ. ആദ്യം തന്നെ അഭിമാന നേട്ടം കൈവരിച്ചതിന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരിക്കും അല്ലേ? 1ാം റാങ്ക് തന്നെ കിട്ടുമെന്നല്ലേ? മലപ്പുറം ജില്ലയിൽ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? എങ്ങനെയാ എന്തായിരുന്നു അശ്വനി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണം? ഒരു ടീച്ചർ ആക്കണം എന്നുള്ളതൊക്കെ എവിടെ നിന്ന് കിട്ടി ഈ ഒരു മോട്ടിവേഷൻ? എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ടീച്ചിങ് എൻ്റെ പാഷനാണ്. അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ടേ അമ്മ ഇങ്ങനെ കാണുമ്പോൾ കുട്ടികളുടെ ആ ഒരു ബഹുമാനവും സന്തോഷവും അതും കണ്ടിട്ടാണ് വളർന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്. അച്ഛൻ ലേബർ ഓഫീസർ ആയിരുന്നു, റിട്ടയർഡായി. രണ്ടുപേരും റിട്ടയർഡ് ആയിട്ടാണ്. അപ്പോൾ ടീച്ചർ ആവണമെന്നും ഉണ്ടായിരുന്നു, ഗവൺമെന്റ് സർവീസിലേക്ക് എത്തണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെ BSc കഴിഞ്ഞു, MSc കഴിഞ്ഞു. BSc ബോട്ടണി ആയിരുന്നു. MSc അത് തന്നെ. പിന്നെ B.Ed എടുത്തു കഴിഞ്ഞു. മഞ്ചേരി തന്നെയാണ് B.Ed ഒക്കെ എടുത്തത്. അതിനുശേഷം ഫസ്റ്റ് വന്ന എക്സാം, ഫസ്റ്റ് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള എക്സാം UPSC ആണ്. എൻട്രി ലെവലായിട്ട് കയറാൻ എഴുതിയിട്ട് 1ാം റാങ്ക് തന്നെ കിട്ടണമെന്ന വാശിയുണ്ടായിരുന്ന? വാശിയോടുകൂടി പഠിച്ചതായിരുന്ന? 1ാം റാങ്ക് കിട്ടണമെന്ന് വാശി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. ലിസ്റ്റിൽ എന്തായാലും ജോലി കിട്ടണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഈ പഠന നാളുകളില് വല്ല വിഷമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങ് ഫുൾ ടൈം അങ്ങ് പഠിക്കുകയായിരുന്നു? എങ്ങനെയായിരുന്നു പഠിത്ത സ്റ്റൈല്? ഇപ്പോഴത്തെ കുറെ കുട്ടികൾ കേൾക്കാൻ കാത്തിരിക്കുകയായിരിക്കും 1ാം റാങ്കുകാരി എങ്ങനെ. ഇപ്പൊ എന്തായാലും നമ്മൾ സാധാരണ ആൾക്കാരാണ്. പക്ഷെ ഈ ഒന്ന് കിട്ടിയെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് രീതിയായിരിക്കും, അല്ലാതെ ചുമ്മാ ഒരു റാങ്ക് ഫയൽ വായിക്കുകയോ കുറെ ക്ലാസ് കേൾക്കുകയല്ല. എങ്ങനെയായിരുന്നു ആ പഠിത്ത സ്റ്റൈല്? ഞാൻ മഞ്ചേരി തന്നെ നിന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. എനിക്കപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് പഠിക്കുക മാത്രം എന്നുള്ള ഒരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പല ആളുകൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പോൾ മഞ്ചേരിയിലുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈനായിട്ട് പോകുമായിരുന്നു. പാരലായിട്ട് എൻട്രി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസും എക്സാംസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു പഠിത്തത്തിൻ്റെ ഒരു പോക്ക്. അങ്ങനെയായിരുന്നു. പിന്നെ സ്ട്രഗിൾസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും പലതരത്തിലുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. പറയുന്നതും പറയാത്തതുമായിട്ടുള്ള പല സ്ട്രഗിൾസും ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള പല കുട്ടികൾക്കും അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളെ നോക്കി അതിനോടൊപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ലക്കിയാണെന്ന് തോന്നുന്നു. അശ്വിനി, പിന്നെ ഈ പരീക്ഷയ്ക്ക് വിളിച്ചതിന് ശേഷമാണോ മെനക്കെട്ട് പഠിച്ചത്, അതോ നേരത്തെ തുടങ്ങിയോ? അതോ ഈ ചിലവർ MSc തൊട്ടേ അല്ലെങ്കിൽ B.Ed എടുത്തിടം തൊട്ടേ അങ്ങ് പറയും പഠിച്ചു തുടങ്ങണം, അതോ ഇതിന് ശേഷം കിട്ടിയ 6 മാസമായിരുന്നോ പഠിച്ചത്? ഞാൻ നോട്ടിഫിക്കേഷനോടനുബന്ധിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് പഠിത്തം. ആ ഒരു 6 months ആണ് ഏകദേശം കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ സമയം ഫുള്ളി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ബാക്കി യാതൊരു എൻഗേജ്മെൻറ്റ്സിനും ഒന്നും പോയിട്ടില്ല. എനിക്ക് ഫ്രണ്ട്സിനെ കാണുന്ന ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു. അതുപോലെ ഗ്യാതറിങ്സ് ഒക്കെ മാറ്റിവെച്ചു. പഠിത്തത്തിന് മാത്രമായിട്ടാണ് 6 months യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സാധാ ഒരു ഉദ്യോഗാർത്ഥി ഇറങ്ങുന്ന കണക്ക് തന്നെ ഇറങ്ങിയത് അല്ലേ? വലിയ അന്നേരം അതൊക്കെയാണ്. അപ്പം വലിയ ഇതിന് ശേഷമാണ് പ്രിപ്പറേഷൻ കാര്യമായിട്ട് തുടങ്ങിയത് അല്ലേ? അപ്പോൾ എന്തായിരുന്നു ഇറങ്ങിയതിന് ശേഷം? പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കുമായിരുന്നു, വായിക്കും, അത് പഠിക്കും. അതിനുശേഷം റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ബാക്കിയുള്ള എൻഗേജ്മെൻറ്റ്സിനൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ്ലി പഠിത്തത്തിന് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ. ഓക്കെ, അപ്പം അത്രയും സന്തോഷം. കാരണം ചിലവർ പറയും ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ഇതിനിടയ്ക്ക്. അപ്പൊ സാധാ ഒരു കുട്ടി ഇറങ്ങി ആ 6 മാസം പൂർണ്ണമായും ഡെഡിക്കേഷൻ നടത്തിയല്ലേ, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അതിൽ ദൈവം തരാനുള്ളത് തരികയും ചെയ്തു അല്ലേ. ഓരോരുത്തർക്കും ഓരോ അർഹത ഉണ്ടെന്ന് പറയത്തില്ലേ, ഒരു ഭാഗ്യവും കൂടെ. അപ്പൊ ഭാഗ്യവും കൂടെ അശ്വിനിക്ക് വെച്ചു, കഷ്ടപ്പെടാനുള്ളത് കഷ്ടപ്പെടുകയും ചെയ്തു അല്ലേ. അതില് ഒരു കാര്യം പറയേണ്ടത് എന്താന്ന് വെച്ചാല്, എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് അത്രത്തോളം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് വേറെ ഒരു എൻഗേജ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം മറ്റ് ജോലികൾ ചെയ്യുന്നവരുണ്ടാവും, അതോടൊപ്പം പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ടാവും. വീട്ടിൽ പല കുട്ടികളും അതുപോലെ ഫാമിലിയും ഒക്കെ നോക്കി അതോടൊപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ ആ ഒരു ടൈം ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയതുകൊണ്ട് നേരത്തെ തന്നെ പഠനം തുടങ്ങിയാൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഹസ്ബൻഡ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എൻട്രിയിൽ പഠിച്ചതുമാന്ന് പറയുന്നത് അല്ലേ, LD ക്ലർക്ക് തിരക്കി എന്ന് പറയുക. അപ്പൊ LD ക്ലർക്ക് കാസർഗോഡും ഇപ്പം തിരുവനന്തപുരത്ത് സെക്രട്ടറി. അദ്ദേഹവും പഠനം UP വിളിച്ചതിന് ശേഷം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അക്ഷയ് എന്നാണ് പേര്. എന്തായാലും ഫസ്റ്റ് റാങ്ക് തന്നെ മേടിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. എൻട്രിയെ കുറിച്ച് എന്ത് പറയായിരുന്നു? എൻട്രി പഠിച്ചിരുന്ന വളരെ, കാരണം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം LDCയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും എൻറ്റയർലി എൻട്രി ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോവിഡ് ടൈമിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അറിയാം. അങ്ങനെ ഈ 1ാം റാങ്ക് കിട്ടിയതിന് ശേഷം അറിഞ്ഞു കാണുമല്ലോ, ആദ്യം വിളിച്ചതും എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്ത്. മോളെ ആരെ ആദ്യം വിളിച്ചത്? ഞാന് ആദ്യം അമ്മയാണ് വീഡിയോ കോൾ ചെയ്ത് പറയുന്നത്. അമ്മ അച്ഛനും ഒരു സ്ഥലത്തായിരുന്നു. അപ്പൊ അമ്മയോട് ആദ്യം പറഞ്ഞു, പിന്നീട് അച്ഛനോട് പറഞ്ഞു. അതെ, ഞാൻ ഇങ്ങനെ കാണിച്ചുള്ളൂ. അപ്പൊ മനസ്സിലായി. അപ്പൊ അമ്മയ്ക്കും എപ്പോഴും ഹയർ ആയിട്ട് ഡ്രീം ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ് അമ്മ. അപ്പോ പഠിക്കുമ്പോൾ 1ാം റാങ്കിന് വേണ്ടി പഠിക്കണം എന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് അമ്മ. അപ്പോ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ആ ഒരു സപ്പോർട്ടും അതൊക്കെ കിട്ടിയതിൽ വളരെ ലക്കിയാണ് ഞാൻ. ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഒക്കെ എല്ലാവരും സപ്പോർട്ടായിരുന്നു അല്ലേ, എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്ത. ഈ എൻട്രിയുടെ ഒരു യാത്രയിൽ തന്നെ എനിക്ക് തോന്നുന്നു UP ഇപ്പൊ 1ാം റാങ്ക് നേടി എൻട്രി പഠിച്ചു. HSC ഇപ്പം പരീക്ഷ എഴുതിയിരിക്കുന്നു അല്ലേ, അത് വേറൊരു തലം. ഇനിയിപ്പോൾ HSSTക്ക് വേണ്ടി എൻട്രി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് ഈ യാത്രയിൽ എൻട്രി പ്രയോജനപ്പെടുത്തിയത്? എൻട്രിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈനായിട്ട് പോകുമായിരുന്നു. അതോടൊപ്പം തന്നെ പാരലായിട്ട് എൻട്രിയിലും കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള എല്ലാ സാറുമാരുടെ ക്ലാസ്സും, പ്രദീപ് സാറിൻ്റെ ആയാലും സുജേഷ് സാറിൻ്റെ ആയാലും പിന്നെ വിനോദ് ശ്രീധർ സാറിൻ്റെ സൈക്കോളജി ക്ലാസ്സസ്, മാത്സ് ചോദ്യപ്പെട്ടി, പിന്നെ മാത്സിൻ്റെ ക്ലാസ്സസ്, ഡൗട്ട് വരുമ്പോഴൊക്കെ പല വീഡിയോസ് ആയിട്ട് എടുത്ത് കാണുമായിരുന്നു. പിന്നെ PDF നമുക്ക് കിട്ടും. അപ്പോൾ അത് ഓടിച്ച് വായിക്കാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. അതെ, ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അത്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ അതിലുള്ള വരുന്ന എല്ലാം ചെയ്യുമായിരുന്നു. ഒരു OMR ഷീറ്റ് എടുത്തിട്ട് അതിൽ ബബിൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം HSAയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, HSA പൂർണ്ണമായിട്ടും എൻട്രിയിലാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ HSSTയും ഇപ്പോൾ പഠനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്താണ് വരുന്നത് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്തിയിരിക്കാം, വിജയം ഉണ്ടായിരിക്കും. ഇനി എനിക്ക് അശ്വിനിയോട് ചോദിക്കേണ്ടത്, ഇപ്പൊ 1ാം റാങ്ക് നേടിയിരിക്കുകയാണ്. ഈ ടീച്ചിങ് മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അവരോട് ഇനി എന്താണ് 1ാം റാങ്കുകാരി അഭിമാനത്തോടെ എന്താണ് പറയാനുള്ളത്? ടീച്ചിങ്ങിലേക്ക് പാഷനോട് കൂടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളൊരു ഇപ്പോൾ ഡിഗ്രി എടുക്കണം, അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം, പിന്നെ BEd എടുക്കണം, അല്ലെങ്കിൽ TTC ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. എങ്ങനെയായാലും നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ എല്ലാം നേടിക്കഴിയുമ്പോഴേക്കും ഏകദേശം 7 ഇയേഴ്സാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒപ്പം പഠിച്ചിട്ടുള്ള പലർക്കും ജോലിയിൽ കയറിയിട്ടുണ്ടാവും, അവർ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും നേരിടുന്നൊരു ചോദ്യമാണ്, ജോലിയൊന്നും ആയില്ലേ, ആയെങ്കിൽ തന്നെ പെർമനൻ്റ് ആണോ എന്നുള്ളത് അടുത്ത ചോദ്യമായിരിക്കും. PSC ഒന്നും കിട്ടിയില്ലേ എന്നുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വരില്ല, ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആദ്യം വരുന്നത് UP ആണ്, എൻട്രി ലെവൽ ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ അത് എഴുതുക, അതിനുശേഷം ഹയർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ BEd കഴിഞ്ഞ ഉടനെ ആദ്യം ഏത് പരീക്ഷയാണോ വരുന്നത് അതിന് നന്നായി പ്രിപ്പയർ ചെയ്യുക, അതിൽ കയറുക, എന്നിട്ട് ഹയർ നമ്മൾ പോവാൻ ശ്രമിക്കുക. അപ്പോൾ ചുറ്റുമുള്ളവർ പലതും പറയുന്നുണ്ടാവും, അതൊന്നും നമ്മൾ അഫക്റ്റ് ചെയ്യാതെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിന്നിട്ട് നമ്മുടെ കഴിവിൽ വിശ്വസിച്ച്
മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനൊപ്പം ഫാമിലി കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആസ്പിറൻസ് ഉണ്ടാവും, അവർക്ക് ഫാമിലിയുടെ സപ്പോർട്ടും ചുറ്റുമുള്ളവരുടെ സപ്പോർട്ടും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൂടെ അവർക്ക് ഈ ആസ്പിറൻസിന് കൊടുക്കുക എന്നുള്ളതും കൂടെയാണ് പറയാനുള്ളത്. ഒത്തിരി സന്തോഷം അശ്വിനിയുടെ ആ തീവ്രമായ വാക്കുകൾ. ഏറ്റവും ഉയർന്ന ജോലിക്ക്, ആദ്യം ഏത് ജോലിയാണോ അതിൽ കയറി ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തണമെന്നുള്ള വാശിയിലാണ് അശ്വിനി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയും അശ്വിനി ഉയരങ്ങളിൽ എത്തട്ടെ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അശ്വിനിയുടെ വാക്കുകൾ നിങ്ങൾ പ്രചോദനമായിട്ട് എടുക്കുക. നമുക്ക് അശ്വിനിക്ക് ഒരു സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും നല്ല റാങ്ക് നേടിയതല്ലേ, അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് കൊടുത്തേ പറ്റൂ. അർഹതപ്പെട്ട കൈകളിലേക്ക് സമ്മാനം എത്തിക്കുക എന്നല്ലേ. അപ്പം അശ്വിനിക്ക് നമുക്ക് ആ സമ്മാനങ്ങൾ കൊടുക്കാം. ഒത്തിരി സന്തോഷം അശ്വിനി, ഈ ഒരു സമ്മാനം കാരണം ഏറ്റവും അഭിമാന നേട്ടം കൈവരിച്ചതാണ്. സാറിൻ്റെ പോലത്തെ അത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാറിൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം. ഐ എം സോ ഹംബിൾ. ഒരു അധ്യാപികയാവുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നന്നായി അധ്വാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇക്കഴിഞ്ഞ UPSC മലപ്പുറം പരീക്ഷയിൽ 1ാം റാങ്ക് നേടാൻ സാധിച്ചു. അപ്പോൾ ഇതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത എൻട്രിയിലെ ഫുൾ ടീമിനും അധ്യാപകർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.